പരിശുദ്ധ മാതാവും അനുസ്മരണവും. കുട്ടികളായ നമുക്ക് പരിശുദ്ധ മാതാവ് ആരാണെന്ന് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും അല്ലേ? ഈശോയുടെ അമ്മ, അതായത് ഈശോ നമുക്കായി നൽകിയ ഈശോയുടെ സ്വന്തം അമ്മ. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ 19:27. ആ തിരുവചനത്തിലൂടെ ഈശോ തൻ്റെ അമ്മയെ മറിയത്തെ ഈ ലോകത്തിന് മുഴുവൻ അമ്മയെ നൽകുകയായിരുന്നു. അനുസരണം എന്ന വാക്ക് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് ദൈവകൽപ്പനയാണ്. എന്നാൽ നമ്മളിൽ എത്ര പേർ അത് പ്രാവർത്തികമാക്കാറുണ്ട്? അനുസരണത്തിന്റെ മകുടോദാഹരണമായ പരിശുദ്ധമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഗബ്രിയേൽ മാലാഖ പരിസമറയത്തിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. ലൂക്ക 1:31. ഇത് ശ്രമിച്ച മറിയം ഇതെങ്ങനെ സംഭവിക്കും എന്നൊരു സംശയം ചോദിക്കുന്നുണ്ട്. കാരണം ഇതുവരെ മനുഷ്യരാരും ചിന്തിക്കാത്ത, കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു അത്. ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് കേട്ട മറിയം ഉടനെ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. ലൂക്ക 1:38. പരിശുദ്ധമ്മയുടെ വാക്കുകളിൽ നിന്നും അനുസരണത്തിന്റെ പൂർണ്ണത നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. കേവലം മാനസികമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ മറുപടി പറയാനാകില്ല. പരിശുദ്ധ മാതാവ് ദൈവത്തിന്റെ ചിന്തയ്ക്ക് തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തു. ഇതിനൊന്നും അസാധ്യമല്ലെന്ന് വിശ്വസിച്ചിരുന്നു. അതിനാൽ ഒട്ടും ചങ്കുകൂടാതെ പരിശുദ്ധ മാതാവ് ദൈവത്തിന്റെ തിരുവിഷ്ടം അനുസരിക്കുവാൻ തയ്യാറായി. ഇതിൽ പരം മറ്റെന്തുദാഹരണമാണ് അനുസരണം എന്ന പദത്തിന് വേണ്ടത്? കർത്താവായ യേശുവിന്റെ ഈ ലോകവാസം മുതൽ കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, അപ്പസ്തോലന്മാരെ ശക്തിപ്പെടുത്തൽ, ഇതെല്ലാം മാതാവിനായത് അനുസരണം തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും അന്വർത്ഥമാക്കിയത് കൊണ്ടാണ്. അനുസരണത്തിന്റെ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധമാതാവിനോടൊപ്പം ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെയും അമ്മയെ പോലെ അനുസരണത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റണമേ. അതുവഴി ദൈവിക മഹത്വം ദർശിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആവേ മരിയ.